എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ് കേട്ടോ. നരച്ച മുടിയെ കറുപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നതിന് കണക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, പക്ഷെ അത് എളുപ്പകരമാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടി ഏത് പ്രായത്തിലും നമുക്ക് മുടി വളർത്തിയെടുക്കാനും പറ്റും. കൊഴിഞ്ഞുപോയ മുടികൾ ഓർത്ത് ആരും ഇനി വിഷമിക്കേണ്ട. വളരെ പെട്ടെന്ന് നമ്മുടെ മുടികളെ കറുപ്പിച്ചെടുക്കാനും കൊഴിഞ്ഞ മുടികൾ പോയ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ താരൻ, ചൊറിച്ചൽ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ മുടിയെ സംബന്ധിച്ച്. അങ്ങനത്തെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. മുടിയുടെ തുമ്പ് പൊട്ടുക, മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ്, അങ്ങനെ തുടങ്ങി മുടി നല്ല ഷൈനി ആയിട്ടും നല്ല സിൽക്കി ആയിട്ടും കിടക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പനിക്കുറുക്ക അഥവാ ഞവരയില ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു നല്ലൊരു ഹെയർ ഡൈ, അതിനോടൊപ്പം തന്നെ നല്ലൊരു ഹെയർ പാക്ക്, നിങ്ങളെ പിന്നെ ഒരു ഓയിൽ. ഇതിന് മുമ്പ് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് നമ്മളൊരു ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഞവരയില, പനിക്കുറുക്കയില എന്ന് പറയുന്ന ഒരു പിടി, നല്ലപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ. അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. മിക്ക നാട്ടുമരങ്ങളിലും മിക്ക വീടുകളിലും കാണും. വെറുതെ ഒരു കമ്പ് കൊണ്ട് നട്ടാൽ മതി. നടണം എന്നില്ല, വെറുതെ ഒന്ന് കുത്തി വെച്ചാൽ മതി മണ്ണിൽ. അത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും കേട്ടോ. അത് നമുക്ക് ഇതിൽ നിന്ന് മൈലാഞ്ചി ഇല നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അന്നേരം നമുക്ക് മൈലാഞ്ചി ഇല മൊത്തമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. മൈലാഞ്ചി ഇലയില്ലെങ്കിൽ മൈലാഞ്ചി പൊടി എടുത്താലും മതി. എപ്പോഴും പൊടികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിയാതെ നോക്കിയെടുക്കണം. മൈലാഞ്ചി ഇല തേക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഒരു മൈലാഞ്ചി ഇലയും പനിക്കുറുക്ക ഇലയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേയില വെള്ളം ഇടണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക്, നമ്മൾ പണ്ട് കാലം മുതലേ എണ്ണ കാച്ചുമ്പോഴും ബാക്കിയുള്ളതാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കാപ്പിപ്പൊടി ചേർക്കുന്നവരുണ്ട്, തേയിലപ്പൊടി ചേർക്കുന്നവരുണ്ട്, രണ്ടും ഒരേ സമാസമത്തിൽ ചേർക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഗ്രാമ്പൂവിൻ്റെ നമ്മൾ വെറുതെ തലേന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഗ്രാമ്പു ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെറുതെ തലയോട്ടിൽ നല്ലപോലെ മസാജ് ചെയ്താൽ തന്നെ അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം ഇതെല്ലാം നല്ലപോലെ തിളപ്പിച്ച് 1 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നമുക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല. അത് എത്രത്തോളം മുടി നരയ്ക്കുന്നതിനും മുടി പൊഴിച്ചിൽ മാറ്റുന്നതിനും താരനും ചൊറിച്ചിലൊക്കെ മാറ്റുന്നതിന് നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇതെല്ലാം പണ്ട് കാലം മുതലേ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അന്നേരം നമ്മളിതിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പനിക്കുറുക്കയുടെ ഇല, അതുപോലെ തന്നെ പനിക്കുറുക്ക അല്ലെങ്കിൽ ഞവര ഇല, പിന്നെ നമ്മുടെ മൈലാഞ്ചി ഇല ഫ്രഷ് ആയിട്ടുള്ള നല്ല പോലെ നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഭംഗിവാക്കല്ല, ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അമിതമായിട്ട് മുടി പൊഴിയുന്നുണ്ട്, മുടി നരയ്ക്കുന്നുണ്ട്. കുഞ്ഞു പ്രായത്തിൽ നരയ്ക്കുകയാണെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സ്വാഭാവികമായിട്ടും അത് നരയ്ക്കും, മുടി പൊഴിയും എന്നൊക്കെ ഉള്ളത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ചെറുപ്പത്തിൽ ഇതൊക്കെ നരയ്ക്കുകയും മുടി പൊഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പോയി ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ആ ഒരു ടെസ്റ്റിങ്ങൊക്കെ കഴിയുമ്പോൾ പറയും എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തേയിലവെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനൊക്കെ നമുക്ക് മിക്ക ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാറുണ്ട്. ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള ടെൻഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ആഹാര രീതി, നമ്മുടെ ജീവിതശൈലികളെല്ലാം തന്നെ നമ്മളെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ കാരണങ്ങൾ തന്നെയാണ് കേട്ടോ. ആ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്തതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലും ഇങ്ങനത്തുള്ള കെമിക്കലൊന്നും ചേരാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു 100% നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. എന്നിട്ട് നമ്മളിതിനെ നേരെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇരുമ്പ് എത്രത്തോളം മുടി കറുപ്പിക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അത് ഇരുമ്പിൻ്റെ പ്രത്യേകിച്ച് തുരുമ്പടിച്ചിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം എന്ന് വെച്ചാൽ അത്ര നിസ്സാരനല്ല. ഈ ഒരു വെള്ളം മുമ്പ് പറഞ്ഞാൽ ആ തേയിലവെള്ളം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു നീര് മാത്രമായിട്ടോ നമുക്കിത് തലമുടിയിലും തലയോട്ടിലൊക്കെ ചേർക്കാം. പക്ഷേ അതൊരു ഡൈ രീതിയിലോട്ട് വരുമ്പോൾ അതിനകത്ത്
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മൾ ആ ഒരു നീര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി എന്ന് പറയുമ്പോൾ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നിരാടമെങ്കിലും ഒന്നൊരു പച്ചയ്ക്ക് അത് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അന്നേരം അത്ര ഗുണകരമാണ് ഒരു നെല്ലിക്ക, ഒരു മുട്ട, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് പാല്. ഇതൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദിവസവും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, പ്രത്യേകിച്ച് ഇലക്കറികൾ. എന്നിട്ട് ഈ ഒരു നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, 1-2 സ്പൂണ്. അന്നേരം ഇതിനകത്ത് നെല്ലിക്കപ്പൊടി ഇല്ല എങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇല്ലെങ്കിൽ മൈലാഞ്ചി പൊടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ പനിക്കുറുക്ക, തേയിലവെള്ളത്തിനകത്ത് തന്നെ 2-3 കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നതിന് ഇതിനെ നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഒരു രാത്രി മുഴുവനും ഇതിനെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അന്നേരം നല്ല പോലെ ഡൈ ആയിട്ട് വരും. നന്നായിട്ട് ഡൈ ആയിട്ട് വരുമ്പോൾ ഈ ഒരു പരുവത്തേക്ക് ഇട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനൊരു പെട്ടെന്നൊരു നര വരുന്നത് അല്ലെങ്കിൽ മുടി പൊഴിയുന്നത് എന്നുള്ള കാരണങ്ങൾ കണ്ടെത്താൻ നമ്മളെപ്പോഴും ഒരു ഭംഗിവാക്കല്ല നമ്മൾ പറയുന്നത്. അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി നിങ്ങളെ പായ്ക്കാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിലവിലുള്ള മുടിയെക്കാട്ടി കുറച്ചും കൂടെ നല്ല തിക്നെസ് തോന്നുന്നതും ഡ്രൈനെസ്സൊക്കെ മാറി നല്ല സിൽക്കി ഷൈനി ആയിട്ട് മുടി കിടക്കാനും പറ്റുന്ന നല്ലൊരു പായ്ക്കാണ്. പ്രത്യേകിച്ച് മുടി വളരാൻ, താരൻ, അങ്ങനെ അകാലം നിര വരാതിരിക്കാൻ എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ആഴ്ചയിൽ 1 തവണ ചെയ്ത് നോക്കുക. അധികം പുളിയില്ലാത്ത തൈര് തണുത്തിരിക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ആ ഒരു തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളപ്പാർട്ട് മാത്രം. ഇതിലിപ്പോൾ ഞാൻ വെള്ളപ്പാർട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഹെയർ ഓയിൽ. ഇതിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഓയിലിനെ അത്ര കണ്ടറിയില്ല. ഈ ഓയിലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വേണം ഈ എടുക്കുന്ന ചേരുവകളൊക്കെ കേട്ടോ. നമ്മൾ മുട്ടയാണെങ്കിലും തൈരാണെങ്കിലും നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുറമേയും കൂടെ തേച്ച് കൊടുക്കുമ്പോഴാണ് അതിനൊരു നല്ല റിസൾട്ട് കിട്ടുന്നത്. ഉള്ളിലും എടുക്കണം, പുറമേയും നമ്മൾ തലമുടിയിലൊക്കെ തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം ഇനി ഈ ഒരു മുട്ടയുടെയും തൈരിന് എന്തുപോലും ഒരു സ്മെല്ല് വരും. മുട്ടയുടെ വെള്ളപ്പാട്ടിനാണെങ്കിൽ ഇങ്ങനെ വലിയ സ്മെല്ല് വരത്തില്ല, തൈരിനൊരു ചെറിയൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരാതിരിക്കാനും വേണ്ടി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഷാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1-2 ഡ്രോപ്പ് മതി കേട്ടോ, ഒരു ചെറിയൊരു മണത്തിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ റോസ്മേരി ലീവ്സിൻ്റെ വാട്ടർ ഒഴിച്ചാലും മതി, നല്ല മണമാണ് കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു എന്ത് കാര്യം നമ്മൾ തലയിൽ തേക്കുമ്പം നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്യുക. മുടിയിഴകൾ നമ്മളിങ്ങനെ മാറ്റി വകുപ്പെടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. മുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും വെക്കുക. ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആവരുത്. ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് ഇതിനെ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ 100% റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. മുടി ഒരുപാട് അങ്ങ് പറന്ന് കിടക്കുന്നതിനെക്കാട്ടി നമുക്ക് നല്ല കട്ടി തോന്നിക്കും, നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കും, നല്ല കളറായിരിക്കും മുടിക്ക് ഉണ്ടാകുന്നത്. അതായത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടൻ നെല്ലിക്ക, അഞ്ചനക്കല്ല്, ഗന്ധവാല, അതുപോലെ തെറ്റി, അങ്ങനെ ഒരുപാട് മൈലാഞ്ചി, നീലാംബരി, അങ്ങനെ തുടങ്ങി നമുക്ക് മുടി സംരക്ഷണത്തിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ, കറ്റാർവാഴ, ബ്രഹ്മി, അങ്ങനെ തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ആട്ട് വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ. നമ്മൾ തന്നെ തയ്യാറാക്കി പുറത്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു ഓയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വിളിക്കേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. അന്നേരം 100 ml ആയിട്ടും കൊടുക്കുന്നുണ്ട്, 200 ml ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സപ്പിൽ പറയുന്നതാണ്. യാതൊരുവിധമായ കെമിക്കൽസും ചേർന്നിട്ടില്ല. നര മാറാൻ, അകാല നര വരാതിരിക്കാൻ, താരൻ ചൊറിച്ചിൽ, നല്ല ഉറക്കം കിട്ടാൻ, അങ്ങനെ തുടങ്ങി എല്ലാത്തിനും അത്യുത്തമ
ഉത്തമമാണ്. ട്രൈ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും ഈ ഒരു ഓയിൽ വേണമെങ്കിൽ വീണ്ടും പറയുന്നു, വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് മതി, നിങ്ങൾക്ക് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അന്നേരം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു.